ഇന്ത്യയിലെ ആദ്യത്തെ ചാരവനിതയെ നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ പരിചയപ്പെടാം. ഈ ചാരവനിത നമ്മളേവരും ബഹുമാനിക്കുന്ന ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും ധീരനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്നു. ആ ചാരവനിത തൻ്റെ ഭർത്താവിനെ കൊന്നു. എന്തിനു വേണ്ടി? ദേശത്തിനു വേണ്ടി, ദേശസ്നേഹം കൊണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദ് ഫൗജ് INA ഈ സംഘടനയുടെ കാര്യം പറയുമ്പോൾ പുരുഷ നേതാക്കൾക്കൊപ്പം തോക്കെടുക്കുക മാത്രമല്ല, രഹസ്യ ദൗത്യങ്ങൾ നടത്തി ബ്രിട്ടീഷുകാർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകുകയും ചെയ്ത ചില ധീര വനിതകളുടെ പേരുകളും എടുത്തു പറയേണ്ടി വരുന്നു. 1902 മാർച്ച് 5 ഉത്തർപ്രദേശിലെ ഒരു പ്രശസ്തമായ ബിസിനസ് കുടുംബത്തിൽ ജനിച്ച നീര ആര്യ ബ്രിട്ടീഷ് വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസർ ശ്രീകാന്ത് ജയ്സ്വാളിനെ വിവാഹം കഴിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെതിരെ ശ്രീകാന്ത് പ്രവർത്തിച്ചു. സ്വാഭാവികമായും അയാൾ ഒരു ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ നടപടിയെടുക്കാൻ നിർബന്ധിതനാകും. എന്നാൽ നീരയുടെ ഹൃദയത്തിലെ ദേശസ്നേഹത്തിൻ്റെ ജ്വാല ഭർത്താവിനെതിരെ പോരാടാനും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനും അവൾക്ക് ശക്തി നൽകി. അവൾ എന്തിനാണ് സ്വന്തം ഭർത്താവിനെ കൊന്നത്? നേതാജിയെ കൊല്ലാൻ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് തൻ്റെ ഭർത്താവിന് ഉത്തരവ് ലഭിച്ചതായി നീര അറിഞ്ഞു. അപ്പോൾ അവൾ ധീരമായ ഒരു തീരുമാനമെടുത്തു. ഭർത്താവിനെ കൊലപ്പെടുത്തിയിട്ടാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ പദ്ധതി പരാജയപ്പെടുത്തണം. കാരണം നേതാജി മരിക്കാൻ പാടില്ല. നേതാജിയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീക്ഷ. ബ്രിട്ടീഷുകാർക്കെതിരെ ധൈര്യപൂർവം ആയുധമെടുത്ത് പോരാടുന്ന നേതാജിയിൽ അവൾ വിശ്വാസമർപ്പിച്ചു. ഈ സംഭവം അവരുടെ ധൈര്യം മാത്രമല്ല, രാജ്യത്തോടുള്ള അവരുടെ അചഞ്ചലമായ വിശ്വസ്തതയും എടുത്തു കാണിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം നീര ആര്യ ആസാദ് ഹിന്ദ് ഫൗജിലെ വനിതാ വിഭാഗമായ ഝാൻസി കി റാണി റെജിമെന്റിൽ ചേർന്നു. എന്തുകൊണ്ടാണ് നീര ഒരു ചാരയായി മാറിയത്? ഒരു പട്ടാളക്കാരിയാകുന്നതിന് പകരം വ്യത്യസ്ത പ്രദേശങ്ങളിൽ പോയി ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അതിനെക്കുറിച്ച് INAയെ അറിയിക്കുകയും ചെയ്തിരുന്ന ഒരു ചാരൻ്റെ അപകടകരമായ ജോലി അവൾ തിരഞ്ഞെടുത്തു. നേതാജിയുടെ ഐഡന്റിറ്റിയും സ്ഥലവും രഹസ്യമായി സൂക്ഷിക്കുകയും ചാരവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ രഹസ്യ ആശയവിനിമയത്തിലൂടെ അയക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവളുടെ ദൗത്യം. എന്നാൽ ഒരു ദൗത്യത്തിനിടെ നീര ആര്യയെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യുകയും ഭർത്താവിനെ കൊലപ്പെടുത്തിയെന്ന പേരിൽ കേസെടുക്കുകയും ചെയ്തു. ജയിലിൽ വെച്ച് അവൾക്ക് മനുഷ്യത്വരഹിതമായ പീഡനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നെഞ്ചിൽ ചൂടുള്ള ഇരുമ്പ് ദണ്ഡുകൾ പതിപ്പിക്കുക, അതുപോലുള്ള ക്രൂരമായ പീഡനമുറകൾ. പക്ഷെ ഇത്രയുമൊക്കെ വേദന സഹിച്ചിട്ടും നീര INAയെക്കുറിച്ചോ നേതാജിയെക്കുറിച്ചോ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അവൾ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു. നേതാജി എവിടെയാണെന്ന് നീരയോട് ചോദിച്ചപ്പോൾ നീര പറഞ്ഞു, എനിക്ക് നേതാജിയെക്കുറിച്ച് അറിയില്ല, പക്ഷേ എൻ്റെ ജീവനേക്കാൾ രാജ്യത്തെ രക്ഷിക്കുക എന്നതാണ് എൻ്റെ കടമയെന്ന് സധൈര്യം അവൾ മറുപടി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം നീര ആര്യയെ എല്ലാവരും മറന്നു. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഏറ്റവും അധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും പോരാടുകയും ചെയ്ത പല ധീരന്മാരും സ്മരണകളിൽ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. വെറുതെ ഇരുന്ന പലരും വലിയ വലിയ നേതാക്കളായി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ നീര ആര്യയെ സ്വാഭാവികമായും ഇന്ത്യ മറന്നു. ഒരു സർക്കാർ അംഗീകാരത്തിലും അവൾക്ക് സ്ഥാനമോ ബഹുമാനമോ ലഭിച്ചില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ വളരെ ലളിതമായ ജീവിതം നയിച്ചിരുന്നുവെന്നും ഡൽഹിയിലെ തെരുവുകളിൽ പൂക്കൾ വിറ്റാണ് ഉപജീവനം നടത്തിയിരുന്നതെന്നും പറയപ്പെടുന്നു. ഇതൊക്കെയാണെങ്കിലും അവർ ഒരിക്കലും തളർന്നു പോകാതെ വളരെ ലളിതമായ ജീവിതം തന്നെ നയിച്ചു. പൂക്കൾ വിറ്റിട്ടാണ് ഉപജീവനം നടത്തിയതെങ്കിലും തന്നോടൊപ്പം തൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ പലരും അംഗീകാരങ്ങളുടെയും രാഷ്ട്രീയ പിൻബലത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ഏറ്റവും ഉയരേക്ക് നടന്നു പോയത് കണ്ടുകൊണ്ട് തന്നെ നീര പൂക്കൾ വിറ്റ് ലളിതമായി ഉപജീവനം നയിച്ചു. എന്നാൽ അവർക്ക് അംഗീകാരങ്ങളോ ബഹുമാനമോ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീരയുടെ
കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുക, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുക എന്നതിന് പ്രതിഫലം തന്നെ ആവശ്യമില്ല. അത്തരം ധീരന്മാരും ധീരവനിതകളും ഒരുപാട് വിസ്മൃതിയിൽ മാഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ അവരുടെ ചരിത്രം ഉത്ഖനനം ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും.